ആ ചേട്ടന് ഫസ്റ്റ് ഷേക്ക് ഉണ്ട്. വേറെ ഒന്നും ഉണ്ടല്ല, ബോസ്കോ കളമശ്ശേരി എന്ന് പറഞ്ഞ ആളെ ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ലോ എന്നറിയാമോ? നിങ്ങൾ ആഗ്രഹിച്ചപ്പോ മുന്നിൽ വരും എന്ന് പറയുമ്പോൾ ഞാൻ ഈ ന്യൂസുകൾ കാണുന്നതാണ്. മത്സരിക്കുന്നുണ്ട്, ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. ചേട്ടാ, ₹1 ചലഞ്ച് അവസാനിച്ചു. അപ്പൊ ആരെ സ്പോൺസർ ചെയ്തു? വക്കീല് സ്പോൺസർ ചെയ്തു. ഇന്നലെ വരെ അത് ഞാൻ വായിച്ചിട്ട് ഞാൻ കമന്റ് വിട്ടെന്ന് അറിയില്ല, ഇപ്പോഴും ഞാൻ വിടുന്നതാണ്. കാരണം 9651 രൂപ കണ്ട് വന്നു. ബാക്കിയുള്ളത് അത് കഴിഞ്ഞപ്പോ വക്കീല് ബാക്കിയുള്ള കാശിന് ₹1 വെക്കണ്ട, നിർത്തിക്കോ, ഞാൻ ബാക്കിയുള്ളത് ഞാൻ തന്നേക്കാം. ഞാനത് കാരണം വക്കീൽ അത്യാവശ്യം പൊതുകാര്യ വിഷയത്തില് പല കേസുകളും ഹൈക്കോടതി കൊടുക്കുന്ന മനുഷ്യൻ. ചേട്ടന്റെ വണ്ടിയുടെ RC ബുക്ക് കിട്ടിയാ? ഇല്ല, തന്നിട്ടില്ല. എന്റെ മാത്രമല്ലല്ലോ, എന്റെ മാത്രമല്ലല്ലോ, ഇവിടെയുള്ള വീടിന്റെ പെർമിറ്റ് കിട്ടിയ? വീടിന്റെ പെർമിറ്റ് ഒക്കെ മേടിച്ചാ? എത്ര കൊല്ലം? 14 കൊല്ലം. 2021 ഞാൻ മേടിച്ചതല്ലേ. അല്ല, പഴയതിന് ഒന്ന് കേസ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും രണ്ടാമത് കിട്ടിയ? രണ്ടാമത് കിട്ടിയിട്ടില്ല, അതിപ്പോ ഹൈക്കോടതിയിലോട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്ന ചേട്ടന്. ഞാൻ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ മെയിൻ കാരണം, നമ്മുടെ റോഡ് പൊളിച്ചിട്ടിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഈ സമയം വരെ അവര് ഒന്നും ചെയ്തല്ല എന്ന് പറഞ്ഞാൽ നല്ല റോഡ് പൊളിച്ചിട്ടിട്ട് ഇപ്പോഴും ടാർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായി. ആ കുഴി നേറ്റിയ പോരായിരുന്നു. എന്തായാലും ചേട്ടൻ ഒരു കാര്യം സംഭവിച്ചിരിക്കണം, ഒറ്റയ്ക്ക് അതിന് ഏറ്റുമുട്ടുന്നതിന് ഒരു കൺഗ്രാജുലേഷൻ ഒരു കൂടെ. കാരണം ഒറ്റയ്ക്ക് കേരളത്തില് അപൂർവങ്ങളിൽ അപൂർവം. ഒറ്റക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ 100%. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികൾ എന്നെ വിളിച്ചിട്ടും വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകണ്ട, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചോളാം എന്ന് പറഞ്ഞ് ജനവിധി തേടി. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ചാലക്കുടിയില്. ഓക്കെ, ശരി, ഓക്കെ, വീണ്ടും കാണാം. ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് കുറെ പറയാനുണ്ട്. ഞങ്ങൾക്ക് എക്സ് ഗൾഫ് ഇപ്പൊ ഒരു 300 രൂപ മേടിച്ച് കൊണ്ടുപോയി ഒന്ന് കഴിഞ്ഞിട്ടേ കൊല്ലങ്ങൾ കഴിഞ്ഞു. ആ 300 രൂപയും പോയി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് മെഡിക്കലിന് വേണ്ടി അപേക്ഷിച്ചു നോർക്കയില്. അപ്പോൾ പറയണേ, എനിക്ക് 3 പാസ്പോർട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ 30 കൊല്ലം മുന്നുള്ള പാസ്പോർട്ട്. ഈ 30 കൊല്ലം ഞാൻ 10 ലോകരാജ്യങ്ങൾ ഇറങ്ങിയതാണ്. 30 രാജ്യങ്ങളിൽ പോയതിൻ്റെയും ഇന്നും ഔട്ടും എൻട്രിയും ഇതിന്റെ ഇതും അറ്റസ്റ്റ് ചെയ്ത് അത് തിരികെ പോലും ഇല്ല. സ്റ്റാമ്പ് ചെയ്തേക്കണ പേജ് 89 പാസ്പോർട്ടാ, 93 ഗൾഫിൽ പോയതാ. ഇതൊക്കെ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ അങ്ങനെ 10-200 രൂപയുടെ ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുപോയപ്പോ ആ മാഡം പറയണേ, മാഡം പറഞ്ഞ സത്യമാണ്, ഇത് കാണാൻ പറ്റില്ല ജയ്സാ, പിന്നെ ഞാൻ എങ്ങനെ അറ്റസ്റ്റ് ചെയ്യാന്ന് ഇവിടുത്തെ മാഡം. അപ്പൊ അവരെ പണ്ട് കുറ്റം കൊണ്ട് കാര്യമില്ല. ഈ തലപ്പത്തിരിക്കുന്നവരാരൊക്കെയെന്ന് അറിയാമോ? 6 മാസം അവിടെ വാറ്റി നടന്നവനും വേണ്ടാത്ത ക്രിയകൾ ചെയ്തവനാണ് ഇന്ന് തലപ്പത്തിരിക്കുന്ന ഈ ഇവിടുത്തെ ഞങ്ങളുടെ ഏരിയയുടെ ആണ്. അപ്പൊ അവർക്ക് ഇന്ന് എല്ലാ അനുകൂല്യങ്ങളും ഉണ്ട്. ചേട്ടാ, ഇതിനൊക്കെ വേണ്ടി ഒന്ന് പോരാടും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും പല വിഷയങ്ങളും സംസാരിക്കാനുണ്ട്, പല വിഷയങ്ങളും ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് പ്രതികരിച്ച് ഞാൻ നാളെ എഴുതി വിട്ടു. അതിന് അത്ര ഇതായിട്ട് വിട്ടു. കാരണം കൂട്ടിക്കൊടുപ്പെടുത്താവുന്ന 93 സാരി കച്ചവടം നടത്തുന്ന പറഞ്ഞ പെണ്ണ് കച്ചവടം അബുദാബിയിലെ അംദാൻ മാർക്കറ്റില് അവരൊക്കെയാണ് ഇന്നത്തെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. ഏത് തലപ്പത്തെന്ന് അറിയാമോ? ഈ പ്രവാസി മലയാളി അസോസിയേഷന്റെ ടോപ്പ് ലെവലില്. അത് നല്ല ക്വാളിഫൈഡ് ഉള്ള വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു കൺസ്ട്രക്ഷൻ്റെ ജോലി ചെയ്തൊരു എഞ്ചിനീയറോ അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു ഇതില്ലാണ്ട് പോയി ബോംബെ പോയിട്ട് തിരിച്ചു വന്നവൻ നോർക്കയിൽ വലിയ ആളാണ്. അതും ഔട്ട്സൈഡ് പ്രവാസി, ഇന്ത്യക്ക് വെളിയിലല്ല കേട്ടോ. നാണം കെട്ട് പണം ഉണ്ടാക്കില്ല, പണമാണ് മുഖ്യമാണ് പറഞ്ഞത്. പറ്റൂലല്ലോ, അതുകൊണ്ട് ഈ അവസ്ഥ വന്നു. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും കൊടുത്താ ഓക്കെ, വീണ്ടും പോവാ. അപ്പൊ ശരി, ഓക്കെ.